ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടക്ക വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി കറിയാണ്. വെണ്ടക്ക മപ്പാസ്. പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നും, പക്ഷേ അത്രയൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ വെറും 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. പാത്രം അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഏതെണ്ണയാലും കുഴപ്പമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തു. ഇഞ്ചി അരയ്ക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് ചതച്ചാൽ മതി. അതുപോലെ 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തു. 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 200 ഗ്രാം വെണ്ടയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ഒരു ചെറിയ സവാള മതി. ഇനി വെണ്ട ഇപ്പോൾ 100 ഗ്രാം വെണ്ടയൊക്കെ ഉള്ളെങ്കിൽ ഒരു സവാളയുടെ പകുതി ധാരാളം മതിയാവും. അതൊന്ന് ജസ്റ്റ് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. വെണ്ട നമ്മൾ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ട് ഏത് കറി ചെയ്യുകയാണെങ്കിലും ആദ്യം എണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ സവാളയുടെയും അതുപോലെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ കൂടെ തന്നെയാണ് നമ്മൾ ഇവിടെ വെണ്ടയ്ക്ക വറുത്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ എല്ലായിടത്തും ഒന്ന് വേവത്തക്ക രീതിയിൽ ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. പെരുംജീരകം അങ്ങനെ തന്നെ ഉള്ളതാണെങ്കിൽ, പൊടിക്കാത്തതാണെങ്കിൽ ആ കടുക് പൊട്ടിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പ്. അത്രയും ഇട്ടിട്ട് നമ്മൾ ആ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 തക്കാളി എടുത്തിട്ടുള്ളൂ. തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, സവാള സ്ലൈസ് ചെയ്യണത് പോലെ സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. തക്കാളി നമുക്ക് ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, വെറുതെ ഒന്നങ്ങ് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ, തേങ്ങയുടെ 2ാം പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാൽ ഏകദേശം 1.5 കപ്പ് ഉണ്ട്. ഗ്രേവിയുടെ അളവൊക്കെ, ഗ്രേവി എത്ര തിക്നെസ് വേണമെന്നൊക്കെ ഓരോരുത്തർക്കും തീരുമാനിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് 2ാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കിടന്ന് ഈ വെണ്ടയ്ക്ക ഒന്ന് വേവണം. അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോൾ ഇതാ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു. തുറക്കുമ്പോൾ വെണ്ടയ്ക്ക നന്നായി വെന്ത് തേങ്ങാപ്പാലൊക്കെ ഒന്നങ്ങ് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി 1ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1ാം പാൽ ഏകദേശം 1 കപ്പ് ഉണ്ട്. 1 കപ്പ് 1ാം പാലിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗരം മസാല തന്നെ, ചിക്കൻ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഗരം മസാല. അത് ആ പാലിലൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഹോർലിക്സൊക്കെ പാലിൽ മിക്സ് ചെയ്യണത് പോലെ, ബൂസ്റ്റൊക്കെ മിക്സ് ചെയ്യണത് പോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, 1ാം പാലാണ്. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇത്ര തന്നെ ഉള്ളൂ കറി. ഇനി ഏറ്റവും അവസാനം നമ്മൾ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റാണ് അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു ടേസ്റ്റാണ് ഏറ്റവും അവസാനം അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ. അതിനുവേണ്ടി ഒഴിച്ചു എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ കറി ഇതാ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി കറിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അറിയാലോ എല്ലാവർക്കും. വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ, അതുപോലെ ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. വെണ്ടയ്ക്ക വെറുതെ വെണ്ടയ്ക്ക കറി വെച്ചാൽ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.